Hello gamers, welcome back to 21 Gaming and welcome back to our new video. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് Genshin Impact ആണ്. Genshin Impactൻ്റെ പാർട്ട് നമ്പർ 14 ആണ്. പ്രീവിയസ് പാർട്സ് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇട്ട് തന്നേക്കാം. കയറി ചെക്കൗട്ട് ചെയ്തിട്ട് ഗെയിമിനെ കുറിച്ചും ഗെയിമിനെ കുറിച്ചും സ്റ്റോറിയെ കുറിച്ചും എല്ലാം മനസ്സിലാക്കുന്നതായിരിക്കും. ഞാൻ ചാനലിലോട്ട് പുതിയ ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോഡ് ടു 500 സബ്സ്ക്രൈബേഴ്സ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാവുന്നതാണ്. ഓക്കെ, കഴിഞ്ഞ പാട്ട് നമ്മൾ ലീസയുടെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ അഡ്വഞ്ചർ റാങ്ക് 25 ആയി. കുറേ മിഷൻസൊക്കെ അൺലോക്ക് ആയി വന്നിട്ടുണ്ട്. ഇതിനി അൺലോക്ക് ആവണമെങ്കിൽ അഡ്വഞ്ചർ റാങ്ക് 28 ആവും. അപ്പോൾ ഞാൻ ഇന്ന് ആർക്കോൺ ക്വസ്റ്റാണ് കളിക്കാൻ പോകുന്നത്, മെയിൻ ക്വസ്റ്റ്. അതിനോടൊപ്പം ഞാൻ 2 സ്ഥലങ്ങളും കൂടി ഇപ്പോൾ അൺലോക്ക് ചെയ്താലോ എന്ന് വിചാരിക്കും. ഒന്ന് ഈ ലീവേ ഡേ സൈഡും പിന്നെ ഇവിടെ ഒരു മാപ്പുണ്ട്. അതെന്തോ സ്റ്റാച്യു ഓഫ് 7 എന്നാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ പോയി അൺലോക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അത് അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് മിഷനിലോട്ട് നമുക്ക് കടക്കാം. എൻ്റെ ഈ ക്യാരക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഡൊമൈൻസ് ഒക്കെ കാണിക്കുന്നത്. സോ ഇതൊക്കെ അൺലോക്ക് ചെയ്താൽ അത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് വരാം. ഗൈസ്, നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇതൊരു മഞ്ഞ് പിടിച്ചൊരു സ്ഥലമാണ്. ഇവിടെ ഫുള്ള് മഞ്ഞാണ്, കോൾഡ് ഏരിയയാണ്. ഇതിന് ഡ്രാഗൺ പൈൻ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം മണ്ടയ്ക്കൊരു ഞാൻ അവിടെ തരണം ഇത് അൺലോക്ക് ചെയ്യാൻ. ആൻഡ് ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് തന്നെ ഫുള്ള് മഞ്ഞാണ്. ഇതങ്ങനെ സർവൈവ് ചെയ്യാൻ കുറച്ച് പാടാണ്. കയറിയപ്പോൾ ട്യൂട്ടോറിയൽസ് കാണിക്കുക. കോൾഡ് ആയിരുന്നു. The world falls completely silent, and I can sleep undisturbed. ഫയറുള്ള സ്ഥലത്ത് മാത്രം നോക്കി നടന്നു പോകാവൂ. ഇവിടെ താഴെ ഒരു ബാറ് കാണുന്നുണ്ടാവും. ആ ബാറ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാത്രം ഫുള്ളാവും. തീ കണ്ടുപിടിക്കണം പെട്ടെന്ന്. Who says there aren't benefits to a life of wandering? വരുന്ന സമയത്ത് എന്തുമാത്രം ഈ കുറേ ഐസിൻ്റെ ഒക്കെ കുറേ ജീവികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര കുറച്ച് ടഫായി വരുന്ന കേട്ടുണ്ട് ഗെയിം. ഇത് ഷമ്മിൻ്റെ ലൈഫ് ഇത്രയും കുറച്ചു. ഞാൻ കുറേ ഓടിയതാണ്, എൻ്റെ റോഡ് ചെയ്തതാണ്. എന്നിട്ട് ഈ സാധനം എന്താ ഇത് എനിക്ക് ട്യൂട്ടോറിയലിൽ കാണിച്ചായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ ഈ റെഡ് വോൾട്ടേക്ക് കാണാം ക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് അതായത് ഇത് കൊടുക്കുന്നത്. ഇവിടുത്തെ ഇത്രയും ഭാഗം നമുക്കങ്ങ് തുറന്ന് കിട്ടി. ഇത്രയും അഡ്വാൻറ്റേജ് അല്ല, ഇത്രയും നമുക്ക് കാണാമല്ലോ വിസിബിളായിട്ട്. ഇനി ഇവിടുത്തെ ടെലിപ്പോർട്ട് വേ പോയിന്റ്സും എല്ലാം നമുക്കിനി അൺലോക്ക് ചെയ്യണം. ഓക്കെ, ഇത് മോൺസ്റ്റാർട്ടിൽ തന്നെ സ്റ്റാച്യു ഓഫ് 7 ആ. മോൺസ്റ്റാർട്ടിൽ ഒരു സ്ഥലം ഡ്രാഗൺ പൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെ മിഷൻ വരുന്നുണ്ട്. അതിന് മണ്ടയ്ക്കോട്ടൊക്കെ പോകണം. കണ്ടോ, ഒരു മഞ്ഞൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ലീവയിൽ എത്തിയിട്ടുണ്ട്. ലീവയുടെ സ്റ്റാച്യു ഓഫ് 7 അൺലോക്ക് ചെയ്യാൻ പോവാണ്. കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ കിട്ടാൻ. അൺലോക്ക്
ഇതുപോലെ മാപ്പ് ഇൻക്രീസായി വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഓരോരോ ഇത് അൺലോക്ക് ചെയ്യുന്നതിലൂടെയൊക്കെ. ഇങ്ങോട്ടൊക്കെ ഉണ്ട് ആൻഡ് ഇങ്ങോട്ടേക്ക് ഇതേ പോകുന്നുണ്ട്. ഇങ്ങോട്ടാണ് ഈനസൂമയൊക്കെ വരുന്നത്. ഇവിടെ സുമേറു ആ സൈഡൊക്കെ വരും. ഇത് സുമേറു ഡെസേർട്ടൊക്കെ വരും. ഇത് പുതിയ സ്ഥലമാണ്, നാറ്റ്ല എന്ന് പറയും. അങ്ങോട്ടൊക്കെ എത്തണമെങ്കിൽ ഇനി നമ്മൾ ഏതാണ്ട് ഒരു വർഷമൊക്കെ എടുത്തുമായിരിക്കും. ഇത് ഫോണ്ടേ എന്ന് പറയും. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്ന് അൺലോക്ക് ചെയ്യാൻ കാരണം നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ചില സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് Your connection to the elements is so different from the vision bearers. Seems like you can physically switch between elements. If so, then you just need to make an offering to a statue of the seven and the elements will respond, just like they did in Mondstadt. We're now in Lille, which is ruled over by the Geo-Archon. That's why the statues here look a bit different. If you ever miss using your animal powers, you can just get them back from a statue of the seven in Mondstadt. മോൺസ്റ്റാറ്റിലെ സ്റ്റാച്യൂസിൽ നിന്ന് നമുക്ക് ആനിമോയുടെ പവറും ജീവയുടെ സ്റ്റാച്യൂസിൽ നിന്ന് നമുക്ക് ജിയോയുടെ പവറും നമ്മുടെ ക്യാരക്ടറിന് കൊടുക്കാം, നമ്മുടെ ട്രാവലറിന്. അപ്പോൾ രണ്ട് ടൈപ്പ്. ഇത് രണ്ടാമത്തെ ഒരു എലമെൻ്റാണ് കേട്ടോ. അല്ല, രണ്ടാമത്തെ അല്ല, ഇത് കാണാത്തൊരു എലമെൻ്റാണ് ഇത്. നമ്മുടെ ട്രാവലർ എന്ത് ചെയ്യും? നമുക്ക് മാറ്റി നോക്കാം. ഫ്രണ്ട് സ്റ്റക്ക് വേൾഡ് റൊട്ടേറ്റ് ടു കിട്ടുന്നുണ്ട്. നമ്മുടെ പവറൊക്കെ മാറി കേട്ടോ. ഇവിടെ വന്നിപ്പോ ജിയോയുടെ പവറാണ് നമുക്ക് കിട്ടുന്നത്. മറ്റേ ആനിമയുടെ പവർ പോയി നമ്മുടെ. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാരക്ടേഴ്സിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഇരുന്നേ കിട്ടത്തുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ സൈഡും കൂടെ അൺലോക്ക് ചെയ്യാനുണ്ടായിരുന്നു. സോ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയിലല്ലാണ്ട് ഞാൻ എക്സ്പ്ലോറേഷനിലൂടെ ഞാൻ അൺലോക്ക് ചെയ്തോളാം. ഇവിടെ ഒത്തിരി ഇപ്പോൾ എനിക്ക് ഈ ഡ്രാഗൺ സ്പേഡ് ടെലിപ്പോർട്ടേഷൻ പോർട്ടൽസും പിന്നെ ഇവിടുത്തെ എല്ലാം ടെലിപ്പോർട്ടേഷൻ പോർട്ടൽസ് എല്ലാം അൺലോക്ക് ചെയ്യണം. അതാണ് ഏറ്റവും അടുപ്പുള്ള കാര്യം. അവിടെ എല്ലാം പോയി അൺലോക്ക് ചെയ്താലേ നമുക്ക് അങ്ങോട്ടൊക്കെ പെട്ടെന്ന് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അത് ഞാൻ വീഡിയോയിലിട്ട് കാണിക്കുന്നില്ല. സോ നമുക്ക് നേരെ ഇനി ആർക്കാൻ കോസ്റ്റിലോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ജീലു വെറ്റി ഇവിടെ സംസാരിക്കാം. The Abyss Order. Enemies of the human race. Even the underground networks rarely come across any information on them. With that said, it was a bit of a hassle, but I managed to dig up a few clues. നമ്മൾ ലാസ്റ്റ് കണ്ട എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എപ്പിസോഡല്ല, ആർക്കോൺ കോസ്റ്റ് നേരത്തെ നമ്മൾ കളിച്ചത് നമ്മുടെ വെൻറ്റിക്ക് പരിക്കൊക്കെ ആയിട്ടായിരുന്നു. മറ്റേ ഡിവോളിനെയൊക്കെ കണ്ട് ഡിവോളിൻ്റെ കയ്യിൽ നിന്നൊക്കെ അവിടുന്ന് ഒരു ഡിസോർഡർ കൺട്രോൾ ചെയ്യുന്നതിനെ നമ്മളൊക്കെ കണ്ടുപിടിച്ചു. അതിൻ്റെ പുറകിൽ ഈ ട്രാവലറിൻ്റെ സിസ്റ്ററും ഉണ്ടെന്ന് നമ്മളുള്ള കാര്യം നമ്മൾ അറിഞ്ഞായിരുന്നു. സോ ആ പാർട്ട് കാണാത്തവർക്ക് ചാനൽ കിടപ്പുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോറി മനസ്സിലാവുന്നതായിരിക്കും. അപ്പം ഡീലൊക്കെ പറഞ്ഞായിരുന്നു ഞാൻ എൻ്റെ ആൾക്കാരെ വിട്ട് എന്തോ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഡിവോളിനെ ഇനി അടുത്ത് എവിടെ കണ്ടുപിടിക്കാൻ. Really? That quickly? You really are well connected, Master Diluc. Come to think of it, Mr. Big Animal God Barbados, why exactly do you need the help of mere humans? How do I put it? The Seven, as people now know them, were once known as the Seven Archons. ആൻഡ് വെൻഡിയാണ് ഇവിടുത്തെ ആനിമോ കോഡ് കേട്ടോ. ബാർബേഡോസിന് ഇത്ര നാളും വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ബാർബേഡോസ് ആണ് ഇത്. ഇനി ശരി ഇതാണ് ആനിമോ ആർക്കാൻ എന്ന് പറയുന്നത്. Each Archon presides over their own part of Teyvat. That is the role the Archons play. ഓരോ ആർക്കോൺസിനും ഓരോരോ സ്ഥലങ്ങളുണ്ട്. അതാണ് ഓരോ ആർക്കോൺസിൻ്റെയും ഇത് എന്തോ ചുമതല. Only in performing this duty can we attain power. But I don't like the idea of ruling Mondstadt, and I don't feel Mondstadt would really like it either. പുള്ളിക്കാരിക്ക് ഇങ്ങനെ മോൺസ്റ്റാറ്റ് റൂൾ ചെയ്യണം. Go forth and establish a city of freedom without rule.
We have not forgotten Barbados's wish for Mondstadt. Jean, you're such a devotee. Maybe someone got a little too free and is just too lazy to care. However it may have come to be, I haven't been back to Mondstadt for an extended period of time. Without a doubt, I am now the weakest Archon among the 7. വീക്കസ് ആർക്കാണ് കേട്ടോ ഈ അനിമോ എന്ന് പറയുന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നു. Aw. Oh, such a humble god. Is it a blessing or a curse? But we digress. Let's get back to the topic at hand. The common enemy of all mankind. We have tracked the Abyss Mage to the vicinity of the winery. I cannot stress enough how important it is to not let it escape. ഓക്കെ, ഡീലോക്ക് പറഞ്ഞു ഇവിടെ അടുത്ത് വിനറിയുടെ അടുത്ത് ആരെയോ കണ്ടുപിടിച്ചു. സോങ് ഓഫ് ഡ്രാഗൺ ആൻഡ് ഫ്രീഡം. സോങ് ഓഫ് ഡ്രാഗൺ ആൻഡ് ഫ്രീഡം. നമുക്കിനി അങ്ങോട്ട് പോകാം. അത് തന്നെയാണ്. ഓക്കെ, എത്തിയിട്ടുണ്ട്. ഓ, ഇതാണ്. One with nature. Dodge this. Freeze. Huh? What's this? After the Abyss Mage was defeated, a certain energy dispersed from its body. It seems that energy was being used to cut off the connection between me and Dvalin. Huh. Do you know of Storm Terror's lair? But Jean and Master Diluc are no doubt aware of it. After Dvalin woke up, he took the ancient ruins as his lair. As it was with the storms that previously cut Mondstadt off from the outside world, the entrance to the ruins is also sealed by a special barrier. But now, as the energy dispersed from the Abyss Mage, I was able to read the rhythmic flow of how the barrier's magic was woven. ഈ ഡിവോളിൻ ആദ്യമായിട്ട് വന്ന സമയത്തൊക്കെ അതിനായിട്ടൊരു സ്ഥലം ഈ മോണിസ്റ്ററി കണ്ടുപിടിച്ചു. അതാണ് ഈ സ്റ്റോം ടെറർ ലെയർ എന്ന് പറയുന്നത്. അവിടെ സ്പെഷ്യൽ മാജിക് ഒക്കെ കൊണ്ട് സീൽ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം. അങ്ങോട്ട് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ വെണ്ടി അതിനുള്ള I must admit, it sounds even more horrendous than a chorus of hilly churls. It should be enough to let us break through the storm barrier and reach Storm Terror's lair. Okay. Which means we're going to confront Dvalin? I'm fine with that. Jean is the one who wishes to avoid any direct confrontation. No. When there are no other options left, it is my responsibility to alter our course of action. If slaying him is our only choice, I will gladly become the knight that leads the charge. Fortunately, we have yet to need to go that far. By that, you mean... I mean that the Holy Liar is not our trump card. Our real trump card? The Traveler, of course. The Traveler? It is because I can fight. Well, you could say that. You're definitely a force to be reckoned with. But you have a much more precious forte. The impurities in the tears and the curse that binds Dvalin belong to the same maleficent power. Which means... You tone-deaf bard! Don't you see how crazy this is? You've seen what Dvalin is like when he's ticked off. She'll be swallowed whole before she even gets to lift a finger. Hey. Nice plan. Worth a shot. I am with you, Honorary Knight. Oh, so we just need to fight monsters from the Abyss and a dragon. No pressure or anything. Humans aren't without their strengths. Let's go. And so, epic actions of brave heroes finally leads to this 11th hour. Okay, നമ്മൾ ഡ്രാഗൺസ് പൈനല്ല സ്റ്റോം ടെയറിനകത്ത് കയറി നമ്മൾ മറ്റേ ഡിവോളിൻ്റെ നമ്മൾ കാണാനായിട്ട് പോകാം. സോറി സാർ,
അവനെ കൊണ്ടാക്കാൻ സമയമില്ല. We have to go. നമ്മൾ ഇനി അങ്ങോട്ടൊന്ന് മാറി വിചാരിക്കണം. Time to go. ഓക്കെ, നമ്മൾ എത്താറായിട്ടുണ്ട്. വഴി ഫുള്ള് എനിമീസ് ആ കേട്ടോ. അവരെ ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു സമയം അതൊരു One with nature. മറ്റേ ഡിസോർഡറിന്റെ ആക്ടിവിറ്റീസ് പറയുന്നത് ഇവിടെ ഇത്ര It's a storm barrier. It looks so dangerous. Leave it to me. Although this wooden lyre is all I have. I don't need the lyre to break through this kind of storm wait. What is that? Enemy attack! Prepare yourselves! The stage will need to be cleared before I can begin my performance. Generally speaking, such chores are not the concerns of the performer himself. Wait, what's going on? There shouldn't be any hilly troll camps in the vicinity of Storm Terror's lair. The hilly trolls usually do not venture into areas with high elemental concentrations. It puts a heavy burden on their bodies. The Abyss Order must be manipulating them behind the scenes, yet they shouldn't have been able to determine that we would come. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമ്മളും വരുന്നത് നോക്കി നമ്മളെ തടയാനായിട്ട് അത്ര And presumably spreading their forces to halt our plans. Without further ado, I suppose I can play faster if my only audience is the wind. പെട്ടെന്ന് ചെയ്യ്, അത് അറിയാം. It actually opened. You're not entirely useless, Tone Deaf Bard. This is it. We are now entering Storm Terror's lair. Watch yourselves. Let's move. Okay, Time to go. ഇവിടെ ഉണ്ടൊരു ഇതൊരു ഏരിയയാണ് ഇവിടെ കണ്ടോ, മാപ്പിൻ്റെ ഇത്ര ഏരിയയാണ്. ഇവിടെ ഈ ലെയർ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റാത്ത പറഞ്ഞു വെച്ചാൽ അത് ഈ സ്റ്റോറിക്ക് വേണ്ടിയിട്ട് അവർ ഏരിയ ആക്കി വെച്ചേക്കുമായിരുന്നു. എന്താണോ ഇനിയുണ്ട് ഇവിടെ ഒരു എത്ര സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. ഇവിടെ ഒരെണ്ണം ഉള്ളൊക്കെയാണ്. ഇനി ഇവിടെ എത്ര Looks like this is the front gate to Storm Terror's lair. The gate is enormous compared to us. But still, Paimon wonders how Dvalin gets in there with a body that huge. He doesn't walk in. He flies in. Oh. You do have a point. ഇവൻ ചോദിക്കും ഇവിടെ കൂടെ എങ്ങനെ സ്റ്റോം ടെയർ പോകും. It's stuck. പിന്നെ സ്റ്റക്കായി. It's stuck. Hey, check out that roof. Is there a giant hole in it? ഓക്കെ. ഓ, ഇവിടെ എന്തൊരു ഹോളുണ്ട്. I suppose we could make use of that wind current. Let's make a detour then. Heading up. Let's make a detour then. Heading up. റഹ്മാൻ പറയുന്ന കോപ്പി എടുത്ത് എൻ്റെ കളിയാക്കാനായിട്ട് പറഞ്ഞു. നമുക്കിനി അങ്ങോട്ടാ പോകണ്ട കേട്ടോ. Do you think there will be abyss mages hiding in the ruins? Either way, if we do run into one, we will let the victorious Master Diluc do the... Do not underestimate them just because I have beaten one of them before. I'm not boasting. I'm simply saying there is more to the Abyss Order than a few mages. Correct. That's why I tagged along after all. Well, that and also for your safety. Why am I so diligent? Too diligent for a poet, in fact. So says the person that made zero effort to search for the dragon tears and drink in the tavern all day. Paimon doesn't get it. What part of you is remotely diligent?
Into the wind. Dodge this. ഓ പണ്ടാരം വഴി ബ്ലോക്കാണല്ലോ. Push your luck. വഴിയില്ല എൻ്റെ അടുത്ത് ഒരു സ്റ്റാച്യു ഓഫ് ഇവിടേക്ക് എങ്ങനെ പോകും? ഓക്കെ ഓക്കെ വരാം. ഭയങ്കര ഈ കാറ്റിൻ്റെ സൗണ്ട്. Look, a wind current! It might lead us to the top of the tower. ഉണ്ടോ? നമ്മുടെ മാപ്പ് ഏതാണ്ട് ഒരു ഇങ്ങനെ ഒരു ഗതിയിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ വല്ലാത്തൊരു രീതി. സോ ഇത് ഇനി എക്സ്പ്ലോർ ചെയ്യണം. അവിടെ ഇവിടെ എല്ലാം കുറേ നമുക്ക് ഇന്നത്തെ പാർട്ടി ഇവിടെ വെച്ച് നിർത്താം. അടുത്ത പാർട്ടി നമുക്ക് സീരിയസ് പാർട്ടാണ്. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കും. കയറി ചെക്കൗട്ട് ചെയ്യുക. ഗെയിമിനെക്കുറിച്ച് ഗെയിമിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് മനസ്സിലാവുന്നതായിരിക്കും. ചാനൽ പുതിയതായിട്ട് നടക്കാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 500 സബ്സ്ക്രൈബേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾക്ക് പറയാം. ഓക്കെ, കുറച്ചധികം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഗെയിം കളിച്ചില്ലായിട്ട് പോകുന്നു. പക്ഷേ ഞാൻ ഒത്തിരി നടന്നു, ഒത്തിരി എക്സ്പ്ലോറൊക്കെ ചെയ്താണ് പോയത്. മറ്റേ 2 സ്റ്റാച്യൂസ് അൺലോക്ക് ചെയ്യാനായിട്ട് പോയി. കുറേ എനിമീസുമായിട്ട് ഫൈറ്റും ഉണ്ടാക്കി. നമ്മുടെ സമയം ഞാൻ ഇടയ്ക്ക് ഈ സ്റ്റാച്യൂസൊക്കെ വീഡിയോ ഇത്ര കുറച്ച് എഫേർട്ട് ഇടുന്ന കാര്യമാണ് കേട്ടോ. സോ ദിസ് ഇസ് യുവർ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ.